Hello all and welcome to IELTS preparation by Sword Edu. This is Alvin and in this session we will discuss how to write a conclusion part for a problem solution essay. നമ്മൾ കഴിഞ്ഞ ഒരു 2-3 സെഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു പ്രോബ്ലം സൊല്യൂഷൻ എസ്സേ ആയിരുന്നു. ഒരു സാമ്പിൾ ക്വസ്റ്റൻ എടുത്തു, നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ബോഡി പാരഗ്രാഫ് 1-2 എങ്ങനെ എഴുതാമെന്ന് ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സെയിം സാമ്പിൾ ക്വസ്റ്റൻ തന്നെ കൺക്ലൂഷൻ എങ്ങനെ എഴുതാമെന്നാണ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റൻ ഒന്നോടെ സ്ക്രീനിൽ കാണാം. One problem faced by almost every large city is traffic congestion. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ടൈലറിന്റെ വാട്ട് ഡു യു തിങ്ക് ദി കോസസ് ആർ ആൻഡ് വാട്ട് സൊല്യൂഷൻസ് ക്യാൻ യു സജസ്റ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിന്റെ ഒരു ബേസിക് റൂൾസ് ഒന്നോടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതുവരെയുള്ള ടൈപ്സിലൊക്കെ എടുത്തു വന്നൊരു കാര്യങ്ങളാണ്. അതായത് വി ഷുഡ് സമ്മറൈസ് ദി മെയിൻ പോയിന്റ്സ്. അതായത് കൺക്ലൂഷൻ എഴുതുമ്പോൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. വി ഷുഡ് സമ്മറൈസ് ദി മെയിൻ പോയിന്റ്സ്, സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ്. ഇവിടെ ബേസിക്കലി ഒന്നും വേണ്ടി വരുന്നില്ല, അതുകൊണ്ട് വേണ്ട. Then takes 5 minutes to write and it is one of the easiest and most important part. Then we should a good conclusion should neatly end the essay and link all your ideas together and sum up your argument and answer the question. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഒരു പ്രോപ്പർ കൺക്ലൂഷൻ്റെ ഒരു കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി എല്ലാ ടൈപ്സിലും ഡിസ്കസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ദെൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ്, ഇൻ കൺക്ലൂഷൻ, ടു കൺക്ലൂഡ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുവന്ന കാര്യങ്ങളാണ്. ഇവിടെയും ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സ്ക്രീനിൽ കാണാം നമ്മുടെ ഈ എസ്സേയുടെ ഒരു കൺക്ലൂഷൻ എന്നുള്ളത്. വായിച്ചു നോക്കാം. ടു കൺക്ലൂഡ്, ദി മേജർ അർബൻ പ്രോബ്ലം ഓഫ് ട്രാഫിക് കൺജഷൻ കോസ്ഡ് ബൈ ദി എക്സസീവ് നമ്പർ ഓഫ് പ്രൈവറ്റ് കാർസ് ഓൺ സിറ്റി റോഡ്സ് can be partly alleviated by the introduction of park and ride systems on city fringes. I would certainly use one if it was introduced in my area. അപ്പോൾ ബേസിക്കലി കൺക്ലൂഷൻ ആ പാരഗ്രാഫിന് ശ്രദ്ധിക്കുക. അവിടെ പറയുന്ന ഒരു സ്ട്രക്ചർ, ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് വെച്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അവിടെ പറഞ്ഞ എന്താണ് ദി മേജർ പ്രോബ്ലം, അതായത് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഒരു മേജർ പ്രോബ്ലമായ ട്രാഫിക് കൺജഷന്റെ കാര്യം എടുത്തിട്ട് പറയുകയാണ് ഇറ്റ് ഈസ് കോസ്റ്റ് ബൈ. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം അവിടെ സ്റ്റേറ്റ് ചെയ്തു. ദെൻ അതിന്റെ കോസും പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് ബൈ എക്സസീവ് നമ്പർ ഓഫ് പ്രൈവറ്റ് കാർസ് ആൻഡ് സിറ്റി റോഡ്സ് എന്നുള്ള ഒരു കോസ് അവിടെ പറയുന്നു. ദെൻ എന്താണ് പറയുന്നത്, ക്യാൻ ബി പാർട്ട്ലി അലവേറ്റഡ് ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് പാർക്ക് ആൻഡ് റൈഡ് സിസ്റ്റംസ് ഓൺ സിറ്റി ഫ്രഞ്ചസ്. അപ്പോൾ ഇവിടെ ബേസിക്കലി അവർ തന്ന ക്വസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്നു. കോസ്റ്റ് ബൈ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കോസ് അവിടെ സ്റ്റേറ്റ് ചെയ്യുന്നു. ദെൻ ക്യാൻ ബി പാർട്ട്ലി അലവേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു സൊല്യൂഷൻ അവിടെ സ്റ്റേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഈ ഒറ്റ സെന്റൻസ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്, ദെൻ അതിന്റെ കോസ്, ദെൻ അതിന്റെ സൊല്യൂഷൻ എല്ലാം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ നീറ്റായിട്ട്. നല്ലൊരു എന്താ പറയുക കണക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച്, അതായത് ടു കൺക്ലൂഡ് ഒക്കെ ഉപയോഗിച്ചു. ദെൻ ക്യാൻ ബി എന്താണ് പാർട്ട്ലി അലവേറ്റഡ്, അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നല്ലൊരു സ്ട്രക്ചറിൽ അവർ എഴുതിയിട്ടുണ്ട്. ദെൻ വിഡ് സെറ്റർലി യൂസ് വൺ ഇഫ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മൈ ഏരിയ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എസ്സേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ബേസിക്കലി ഇതിന്റെ സ്ട്രക്ചർ എപ്പോഴും മനസ്സിലാക്കുക. ഈ ഒരു സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് ഏതൊരു എസ്സേയുടെയും കൺക്ലൂഷൻ നമുക്ക് എഴുതാം. അപ്പോൾ ബേസിക്കലി ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സെഷനിലുള്ളത്. നമ്മൾ ഇതിനു മുൻപ് സെഷൻസിലൊക്കെ ചേർത്ത് ഈ ഒരു സെഷൻ കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷൻ എസ്സേ എങ്ങനെ എഴുതാം നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റു ടൈപ്സും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.